വലിയ ശത്രുത്വം വെച്ച് പുലർത്തുന്ന രണ്ട് അയൽക്കാർ എല്ലാ ദിവസവും വഴക്കിട്ട് ശല്യമായി. അവർ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിൽ ഒരാത്മീയ ഗുരു എത്തിച്ചേർന്നു. ആ ആത്മീയ ഗുരുവിനെ കണ്ട് ഒരു വീട്ടുകാരൻ പറഞ്ഞു, എൻ്റെ അയൽവാസി എനിക്ക് വലിയ ശല്യക്കാരനാണ്. സഖി കെട്ടിട്ട് ഞാൻ അയാളെ ഇന്ന് രാത്രി ചിലപ്പോൾ കൊന്നെന്ന് വരും. ആത്മീയ ഗുരു ഇങ്ങനെ പറഞ്ഞു, സ്നേഹിത, നിനക്കറിയാത്ത ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ അയാൾ 5-6 മാസത്തിനകം മരിച്ചു പോകും. ഇപ്പോൾ അയാളെ നീ കൊന്നാൽ താങ്കൾ ജയിലിൽ പോകും, അയാൾ മരിച്ചും പോകും. കുറച്ചുനാൾ നീ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ഗുരു അയാളെ യാത്രയാക്കി. അന്നു മുതൽ അയൽക്കാരൻ്റെ മരണം ഉടനെ ഉണ്ടാകുമെന്നുള്ള ഭാവത്തിൽ ആ യുവാവ് കാത്തിരുന്നു. ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവർ തമ്മിലുള്ള ദേഷ്യഭാവം മാറിത്തുടങ്ങി. പതിയെ പതിയെ വഴക്കും വിരോധവും ആ ശത്രുതയെല്ലാം കുറഞ്ഞു വന്നു. ഏകദേശം 5 മാസം കഴിഞ്ഞപ്പോൾ അയാൾ ഉടനെ മരിക്കുമല്ലോ എന്നോർത്ത് ആ യുവാവിന് വിഷമമായി. അയാൾ വീണ്ടും ആ ഗുരുവിനെ തേടി അയാളുടെ അടുത്തെത്തി. ഇങ്ങനെ ചോദിച്ചു, ഗുരു, അയാളെ രക്ഷപ്പെടുത്താൻ വല്ല മാർഗവുമുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ മാനസികമായി വളരെ അടുപ്പത്തിലാണ്. ഗുരു പറഞ്ഞു, ഞാൻ പറഞ്ഞത് അയൽക്കാരൻ്റെ മരണത്തെക്കുറിച്ചല്ല, നിന്റെ ഉള്ളിലെ പകയും ശത്രുത്വവും രോഷത്തെയും കുറിച്ചാണ്. പ്രിയരെ, പെട്ടെന്നുള്ള വൈകാരികമായ പ്രകടനങ്ങൾ താൽക്കാലികമായി അവസാനിക്കേണ്ട പ്രശ്നങ്ങളെയെല്ലാം ആളിക്കത്തിച്ച് ആയുഷ്കാല പ്രാബല്യം നമുക്ക് നൽകും. ഒരിക്കൽ ഒരാളോട് മുഷിഞ്ഞാൽ പിന്നീടത് മുൻവിധിയായി രൂപാന്തരപ്പെടും. അയാളെ കാണുമ്പോഴൊക്കെ കഴിഞ്ഞ ദിവസത്തതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ശ്രമിക്കും. അയാളെ തോൽപ്പിക്കുന്നതിലും നശിപ്പിക്കുന്നതിലുമായിരിക്കും ആനന്ദം. ഒരു പ്രത്യേക സാഹചര്യത്തിലെ പെരുമാറ്റത്തിലൂടെയാണ് പലരും അപകടകാരികളും അടുക്കാൻ കൊള്ളാത്തവരുമായി മുദ്ര കുത്തപ്പെടുന്നത്. ആരും എല്ലാവർക്കും ശല്യക്കാരല്ല എന്നോർക്കണം. എല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരുമാണ്. ഒരിടത്ത് നമ്മെ നിഷേധിച്ചാൽ മറ്റൊരിടത്ത് നമ്മൾ സർവസമ്മതനായി വരും. ഒരു സ്ഥലത്ത് നമ്മൾ അശ്രദ്ധാലുക്കളായാൽ മറ്റൊരു സ്ഥലത്ത് നാം കർമ്മ നിരതരായേക്കാം. ഒരു നിമിഷത്തെ പ്രതികാരം കൊണ്ട് വിലയിരുത്തി ആരെയും നാം വിധിക്കരുത്. അതിന് കാലങ്ങൾ നീളുന്ന പരിചയവും പഠനവും നമുക്ക് വേണം. പിന്നെന്തിനാണ് ഒരു തവണത്തെ പെരുമാറ്റം കൊണ്ട് ഒരാളെ കൊള്ളരുതാത്തവരായി ചിത്രീകരിച്ച് പേര് കുത്തുന്നത്? ഇന്ന് ഒപ്പമുള്ളവരൊക്കെ എന്നും ഒപ്പമുണ്ടാകും എന്ന ധാരണ തിരുത്തിയാൽ തീരാവുന്നത് അത്രയേ ഉള്ളൂ എല്ലാ അഹംബോധ കർമ്മങ്ങളും. 2 പേരിൽ ആരെങ്കിലും ഒരാൾ നാളെ അവസാനിക്കും എന്നുറപ്പായാൽ ഇന്ന് അവസാനിക്കും നമ്മുടെ എതിർപ്പുകളെല്ലാം. അതുകൊണ്ട് പ്രിയരെ, വിദ്വേഷം, പക, പിണക്കം എന്നിവ കൊണ്ട് കലുഷിതമായ ഈ ലോകത്തിൽ മറ്റുള്ളവരോടുള്ള മുൻവിധി നിർത്തുക. അങ്ങനെയുള്ള വിധികൾ എഴുതുവാൻ വരട്ടെ. നാമും അങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നല്ല ഒരു ജീവിതം നയിപ്പാനും അയൽക്കാരെ
സ്നേഹിക്കുവീൻ എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പോലെ മറ്റുള്ളവരോട് ക്ഷമിച്ച് സ്നേഹിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.